ഒന്നും വേണ്ട. ഒരു ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ്. എന്താണ് പടികൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. 3 സർക്കിള്, അതിനകത്ത് ഏറ്റവും നടുക്ക് ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അത് പൊതുവെ പറയുന്നത് 1, 2, 3 പടികൾ, സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായിട്ടുള്ള പടികൾ എന്നാണ് പറയാറുള്ളത്. രണ്ടാമത്തെ സർക്കിൾ നമ്മൾ അകത്തുനിന്നാണ് വരുന്നത്. രണ്ടാമത്തെ സർക്കിള് മാനസികമായിട്ടുള്ള പടികൾ 4, 5, 6, 7. ഏറ്റവും അവസാനത്തേത് ഫിസിക്കലും സോഷ്യലും, ശാരീരികവും സാമൂഹികമായിട്ടുള്ള 8, 9. ഇതിനെയാണ് ബിൽ വിൽസൺ പറഞ്ഞിട്ടുള്ള ജീവിതത്തിന്റെ 3 തലങ്ങൾ, 3 ഡയമെൻഷൻസ് ഓഫ് ലൈഫ് എന്നുള്ളത്. സ്റ്റെപ്പ് 1 മുതൽ 9 വരെ ഏതാണ്ട് നമ്മൾ അവിടെ എത്തിയിരിക്കുന്നു. അതൊരു ജനറൽ ഒരു ഐഡിയയ്ക്ക് വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിലേക്ക് കൂടുതൽ വരാം. 10-ാം പടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് കുറച്ച് ചോദ്യങ്ങൾ ഈ 10-ാം പടി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊതുവെ നമ്മളൊരു ആളുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിത് വായിക്കുമ്പോഴോ മനസ്സിൽ വരാം. എന്തുകൊണ്ടാണ് 10-ാം പടി കണ്ടിന്യൂ ടു ടേക്ക് നമ്മൾ വീണ്ടും എടുക്കുക എന്നുള്ളത്? കുറെ ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത് സാധാരണ ഉണ്ട്. എന്താണ് ഇവിടെ പേഴ്സണൽ ഇൻവെന്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഇൻവെന്ററി അതുപോലെ തന്നെ നിലവാരം എടുക്കുന്നതും തെറ്റ് ചെയ്താൽ അഡ്മിറ്റ് ചെയ്യുന്നതും ഈ പ്രോസസ്സ് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ളത്. ഒരു ഇൻവെന്ററി എടുക്കുന്നുണ്ട്, അതിൽ തെറ്റ് ചെയ്യുമ്പോൾ അത് അഡ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ 10-ാം പടി വളരെ ഇതാണ്. എപ്പോഴും 10-ാം പടി പ്രസന്റ് ടെൻസിലാണ്, വർത്തമാന കാലത്തിലുള്ള ഒരു പടിയാണ്. എന്ത് നടപടിയാണ് ഞാൻ ഓരോ ദിവസവും എടുക്കേണ്ടത്? എന്താണ് എൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവ വൈകല്യങ്ങൾ? അവ എങ്ങനെയാണ് കടന്നു വരുന്നത്? പിന്നീട് പൊതുവെ പറയുന്നത് ഈ പടിയുടെ ആപ്ലിക്കേഷൻ, പ്രയോജനം എൻ്റെ ജീവിതത്തിൽ എന്താണ്? അത് പിന്നെ പ്രോംപ്റ്റ്ലി ഉടനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് പ്രയോജനം എന്നുള്ളത് നമ്മുടെ ബിഗ് ബുക്കിനകത്ത്, ഞാൻ മലയാളം ബിഗ് ബുക്ക് എടുത്തു, 83-ാമത്തെ പേജിൽ 2-ാമത്തെ പാരഗ്രാഫ് ഒരു 2 മിനിറ്റ് വായിക്കാം. ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് ഞാൻ മനസ്സിലാക്കി. ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ പോരാടുന്ന പതിവ് ഞങ്ങൾ നിർത്തി, മദ്യത്തോട് പോലും. കാരണം ഇപ്പോഴേക്കും സുബോധാവസ്ഥ തിരിച്ചു വന്നിട്ടുണ്ടാകും. മദ്യത്തിൽ ഞങ്ങൾക്കൊട്ടും താല്പര്യം ഉണ്ടാകാതിരിക്കാനാണ് സാധ്യത. എപ്പോഴെങ്കിലും ഒരു പ്രലോഭനം തോന്നിയാൽ ഞങ്ങൾ ഒരു അഗ്നിനാളം കണ്ടാൽ എന്ന പോലെ അതിൽ നിന്നും പിൻവലിയുന്നു. സാധാരണ പോലെ സുബോധത്തോടെ ഞങ്ങൾ പ്രതികരിക്കുന്നു. ഇത് സ്വാഭാവികമായ രീതിയിൽ സംഭവിക്കുന്ന ഒന്നാണ്. ഞങ്ങളുടെ ശ്രമമോ ചിന്തയോ ഒന്നും കൂടാതെയാണ് മദ്യത്തോടുള്ള ഞങ്ങളുടെ മനോഭാവം ഞങ്ങൾ കിട്ടിയതെന്ന് കരുതുന്നു. അതങ്ങനെ വരികയാണ്. ഇതിലെ അത്ഭുതവഹമായ അംശം ഇതാണ്: ഞങ്ങൾ ഒന്നിനോടും എതിരിടുന്നില്ല. മദ്യം വേണമെന്ന തോന്നലിനെ പോലും ഞങ്ങൾ അവഗണിക്കുന്നില്ല. ഒരുതരം സമതുലനാവസ്ഥയിൽ എത്തപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു. സുരക്ഷിതമായും എല്ലാത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടും ഞങ്ങൾ പ്രതിജ്ഞകൾ പോലും എടുത്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കപ്പെടുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം അത് നിലനിൽക്കുന്നില്ല. ഞങ്ങൾ യുദ്ധോത്സുകരോ ഭയപരവശരോ അല്ല. അതാണ് ഞങ്ങളുടെ അനുഭവം. ഒരാത്മീയ അവസ്ഥയിൽ തുടർന്നുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഓരോ പടികളും കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ അറിയാതെ നമ്മളിൽ വന്നു ചേരുന്ന ചില കാര്യങ്ങളാണ് ബിൽ വിൽസൺ എഴുതിയിരിക്കുന്നത്. അപ്പം ഈ പടി ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ 10-ാം പടി എന്നുള്ള 10-ാം പടി എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ആ പ്രശ്നം എന്നുള്ളത്. അതുപോലെ ഈ പടി ഞാൻ എടുത്തോ, അല്ലെങ്കിൽ ഈ പടി ഹിയർ ആർ ദ സ്റ്റെപ്സ് വി ടുക്ക്, ഞങ്ങൾ എടുത്തു എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തു, അതെങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും? 10-ാം പടിയുടെ കുറച്ച് പൊതുവെ ഉണ്ടാവുന്ന കുറച്ച് സംശയങ്ങൾ, അത് ഓരോ പടിയിലും വേണമെങ്കിലും നമുക്കിത് ഈ രീതിയിൽ തന്നെ വേണമെങ്കിൽ അനലൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് ഞാൻ ഈ പടി എടുത്തിട്ടുള്ളതാണ്. പക്ഷെ ആദ്യമേ ഞാൻ പറഞ്ഞു, 10-ാം പടി പിന്നെ പാസ്റ്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ, ഭൂതകാലത്തിലോ ഭാവി കാലത്തിലോ ഉള്ള ഒരു പടിയല്ല. പ്രസന്റ് ടെൻസ്,
വർത്തമാന കാലത്തിലുള്ള ദൈനംദിന ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന ഒരു പടിയാണ്. ഞാൻ ഒരിക്കലും ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ ഞാൻ ഒരിക്കലും പ്രശ്നങ്ങളിൽ നിന്നൊന്നും ഫ്രീ ആവത്തൊന്നുമില്ല. പക്ഷേ ഈ പടികൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ആൽക്കഹോളിക് ആയിട്ടുള്ള ഞാൻ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഉത്തരവാദിത്തോടു കൂടിയും സോബറായിട്ടും സുബോധത്തോടു കൂടിയും ഉള്ള മനസ്സോടുകൂടി ആ ഒരു മൈൻഡ് സെറ്റോടു കൂടിയും ഈ പ്രശ്നങ്ങളെ ഡീല് ചെയ്യാൻ പറ്റുന്നു. അത് മാത്രമല്ല, അതോടൊപ്പം എൻ്റെ സെറനിറ്റി, എൻ്റെ പ്രശാന്തത എനിക്ക് സൂക്ഷിക്കാനും പറ്റും. ഇതിൻ്റെ ഒരു വലിയ ഒരു പ്രയോജനമാണ് പ്രശ്നങ്ങളെ നേരിടുന്നതിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഈ ബുക്കിനകത്ത് പറയുന്നത് ശരിക്കും ഈ 10, 11, 12 ഈ പടികളെ കുറിച്ച് പലരും പറഞ്ഞു കേട്ടുള്ളൂ, മനസ്സിലായിട്ടില്ല. ഇത് സെൽഫ് ടോട്ടാണ്. നമ്മൾ തന്നെത്താനെ പഠിക്കുന്ന 3 പടികളാണ് 10, 11, 12. കാരണം ഈ 11 വരുമ്പോഴത്തേക്ക് പ്രെയർ ആൻഡ് മെഡിറ്റേഷൻ ബിൽവിൽസം വി നോ വെരി ലിറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ കുറച്ചേ അറിയുള്ളൂ എന്നുള്ളത്. അത് പലത്തു നിന്നും വായിച്ചതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം, ബിൽവിൽസൺ ഈ കാര്യത്തെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു, ഈ പ്രെയർ ആൻഡ് മെഡിറ്റേഷൻ. പക്ഷെ ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. നമ്മളായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം, ഗ്രോത്ത് ചെയ്ത് മുന്നോട്ട് വളർച്ചയുടെ ഇതിലേക്ക് പോകണം എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് പറയുന്നു. ഇപ്പൊ 2 ഇൻവെന്ററി എടുക്കുന്നതായിട്ട് പറയും. ഒന്ന് രാവിലെയും ഒന്ന് ഈവനിങ്ങിലും. അപ്പൊ എങ്ങനെയാണ് രാവിലെ എന്താണ് ചെയ്യേണ്ടത്? പലരും പല രീതിയിലാണ്. പക്ഷെ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ഇത്, ഇന്നത്തെ ദിവസം ഞാൻ എണീക്കുമ്പോൾ എൻ്റെ റിക്കവറി, എൻ്റെ ഈ സുബോധാവസ്ഥ അല്ലെങ്കിൽ ഞാൻ വന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥ നിലനിർത്താൻ, അതിൻ്റെ ഗ്രോത്തിന് എന്നുവെച്ചാൽ നമ്മളെപ്പോഴും പ്രോഗ്രഷൻ എന്നാണ് പറയുന്നത്, പെർഫെക്ഷനിലേക്ക് പറയുന്നില്ലെങ്കിലും ഈ ഗ്രോത്തിനും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു ആൽക്കഹോളിക്കിന്റെ രീതിയിലാണ് ചിന്തിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ എൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിക്കവറി, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ വന്നിട്ട് ആർജിച്ചെടുത്ത ഒരു സെറനിറ്റിന്നോ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മൈൻഡോ അത് നിലനിർത്താൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ എൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ എൻ്റെ ഒബ്ലിഗേഷൻസ്, എൻ്റെ കടപ്പാടുകൾ, അതൊക്കെ ചെയ്യാൻ ഞാൻ എന്താ ചെയ്യുന്നത്? ഈ 2 ചോദ്യങ്ങൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുക ഇന്നത്തെ ഒരു ദിവസം. അതുകൊണ്ടാണ് ഇത് വർത്തമാനകാലം എന്ന് പറഞ്ഞത്. അപ്പൊ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഒന്ന് ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു പുനർചിന്തനം നൽകുക. ഞാൻ അതിന് വേണമെങ്കിൽ പറയാം ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്. ഞാനൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കുക വൈകിട്ടാവുമ്പോഴത്തെ എൻ്റെ ഇൻവെന്ററിയുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഞാൻ ഉണ്ടാക്കുക. ഇന്ന് ഞാൻ എന്താണ് വളരെ മനോഹരമായിട്ട് ചെയ്ത ഒരു കാര്യം, അല്ലെങ്കിൽ എന്താണ് ഞാൻ മോശമായിട്ട് ചെയ്തൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ അതിന് പകരം എന്തായിരുന്നു ചെയ്യേണ്ടത്? ഈ മോശമായിട്ട് ചെയ്തത് അല്ലെങ്കിൽ മനോഹരമായിട്ട് ഞാൻ ചെയ്തതെന്ന് തോന്നുന്നതിൽ ഇവിടെ എവിടെയെങ്കിലും എൻ്റെ റിക്കവറിയെ ബാധിക്കുന്ന എന്തെങ്കിലും വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ അപായ സൂചനകളുണ്ടോ എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് ഞാൻ ഓർക്കുകയാണ്. ഞാൻ പിന്നെ ദുബായിലുള്ളപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഗാർഡൻസിലാണ് ഞാൻ താമസിച്ചത്. അവിടെ നിന്നെ പിക്ക് ചെയ്യാനായിട്ട് ഒരു മെമ്പർ വന്നു. എനിക്ക് വന്ന് കാറൊന്നുമില്ല, മിക്കവാറും ആരുടെയെങ്കിലും ഒക്കെയാ പോകുന്നത്. അത് അന്ന് ഒരു മെമ്പറാണ്. കുറച്ച് അധികം വർഷങ്ങളുടെ ഇതൊന്നുമില്ല. ഈ അവിടെ ഈ പെരുന്നാൾ സമയമാണ്. പോകുന്ന വഴി കുറച്ചു ദൂരം ചെന്നിട്ട് ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരാൾ ഇരിക്കുന്ന കണ്ടു. ഉച്ച സമയമാണ്, നല്ല വെയിലുണ്ട്. ഞങ്ങൾ കുറേ ദൂരം പോയതിനു ശേഷം എൻ്റെ കൂടെ ഡ്രൈവ് ചെയ്ത് വന്ന ആള് പുള്ളി വണ്ടി തിരിച്ചു വന്ന് അവിടെ പലർക്കും അറിയാം, കുറേ ദൂരങ്ങളൊക്കെ വന്നിട്ട് വീണ്ടും ഈ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ ഈ പ്രായമായ ആളുടെ ചോദിച്ചു എനിക്ക് എങ്ങോട്ടാ പോകേണ്ടത്? അപ്പോൾ ഇന്നടുത്ത് ബസ് സ്റ്റോപ്പ് വരെ പോകാനാണ്. ആ മനുഷ്യനെ കയറ്റി ഈ വ്യക്തി അവിടെ കൊണ്ടുവിട്ടു. എന്നിട്ടാണ് മീറ്റിങ്ങിന് പോയത്.
പുള്ളിക്ക് അത് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള ആലോചിച്ച് കഴിഞ്ഞാൽ അത് എന്തോ പറയാ ഒരു ഒരു അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു ആ, സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കാര്യമാണ്. അപ്പം ഇനി നേരത്തെ ഉള്ള പിക്ചർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 മുതൽ 7 വരെയുള്ള പടികൾ നമ്മൾ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിനെ ഞാൻ അകത്തുനിന്നാണ് ഗ്രോത്ത് എന്തിൻ്റെയും നാച്ചുറൽ ഗ്രോത്ത് എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്നാണല്ലോ പുറത്തേക്ക് വരുന്നത്. ഞാൻ ഞാൻ എൻ്റെ ഇൻസൈഡിനെ ഒന്ന് ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചു, അല്ലെ ഒന്ന് ശരിയാക്കി. 8ഉം 9ഉം വന്നപ്പോഴും ഞാൻ പുറത്തുള്ളതിനെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം ഒരു ഓർഡറിൽ എത്തിക്കഴിഞ്ഞു. 1 മുതൽ 9 പടി. അപ്പം 10ആം പടി വീണ്ടും പറയുകയാണ്, വളരെ സൂക്ഷ്മതയോടെ എൻ്റെ ജീവിതത്തെ ഇനി വീക്ഷിക്കാൻ, എൻ്റെ ഡേ ടു ഡേ ലൈഫിനെ നോക്കുവാൻ. അപ്പം എൻ്റെ റിക്കവറിയെ പ്രശ്നമുള്ളത് ഞാൻ എന്തെങ്കിലും ചെയ്താൽ, ഇത് ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ചില മാറ്റങ്ങൾ നമുക്ക് ഇൻറ്റ്യൂഷൻസ് എന്നൊക്കെ നമ്മൾ 9ആം പടിയുടെ പ്രോമിസസിലൊക്കെ വായിച്ചു. ഒരു ഒരു ഉൾവിളി പോലെ ഇന്നത് പോയാൽ പ്രശ്നമാണ്, ഇന്നത് പോവരുത് എന്നുള്ളത് നമുക്കൊരു ഒരു ഒരു ചെക്ക് അല്ലെങ്കിൽ ഒരു ഒരു ചന്ദ്രമോഹൻ അത് ശരിയാവില്ല. അപ്പം ഉടനെ തന്നെ ഞാൻ അതിനെ ഫിക്സ് ചെയ്യുന്നു. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ തെറ്റുകൾ ബോധ്യം വന്നാൽ ഉടനെ തന്നെ ഞാൻ അതിനെ കറക്റ്റ് ചെയ്യാൻ പോകുന്നു. ഇവിടെ പെർഫെക്ഷൻ എന്നുള്ളൊരു ഘടകം നോക്കേണ്ട കാര്യമില്ല, പുരോഗതി മാത്രമാണ്. ഞാൻ ഓരോന്ന് ശരിയാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ നമ്മൾ ഈ പ്രശ്നങ്ങളിൽ നിന്നൊന്നും ഒരിക്കലും ഒരാളും സ്വതന്ത്രരല്ല. ഡേ ടു ഡേ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിനെ എങ്ങനെ ഡീല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ 10ആം പടി പറയുന്നത്. അപ്പം ഈ 10ആം പടി നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ്. എൻ്റെ ഈ പ്രോഗ്രസ്സിനെ പിന്നെ മോണിറ്റർ ചെയ്യുന്നു ഈ 10ആം പടി എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ ഇത് എങ്ങനെയാ പോകുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ഞാൻ എന്നുവെച്ചാൽ ചെറിയ കൊച്ചു തെറ്റുകൾ നമ്മൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് പ്രോബ്ലമായിട്ട് പോകുന്ന ഒരു അവസ്ഥ വരാം. അതുകൊണ്ട് ഞാൻ ഇമ്മീഡിയറ്റ് അവിടെ വെച്ച് അതിനെ കറക്റ്റ് ചെയ്യുകയാണ്. നമ്മൾ പറയത്തില്ലേ മുളയിലെ തന്നെ നുള്ളിക്കളയെന്ന്. അപ്പം ഇതാണ് 10ആം പടിയുടെ ഒരു ഇത്. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രിൻസിപ്പിൾസ് ഒന്ന് വളരെ ചുരുക്കി എൻ്റെ മാത്രം ഒപ്പീനിയനും ഞാൻ വായിച്ചും കേട്ടുമുള്ള അറിവാണ് പറയുന്നത്. അതിനെ 3 എണ്ണമായിട്ട് വേണമെങ്കിൽ ഒന്ന് ചുരുക്കി പറയാം. 3 കാര്യങ്ങൾ. ഒന്ന് റിഗറസ് ഹോണസ്റ്റി, കടുത്ത സത്യസന്ധത. പിന്നീട് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഏണിങ് യുവർ കീപ്പ്. എന്നുവെച്ചാൽ ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച് വാങ്ങുന്ന ആവശ്യമുള്ളത് ഞാൻ സൂക്ഷിക്കും. ഇവിടെ ഞാൻ ജോലി ചെയ്ത് അല്ലെങ്കിൽ വർക്ക് ചെയ്ത് ഞാൻ സമ്പാദിച്ച ഒരു കാര്യമാണ് എൻ്റെ സെറനിറ്റി, എൻ്റെ പ്രശാന്തത, അല്ലെ എൻ്റെ സുബോധാവസ്ഥ. 3ാമത്തെ ഒരു കാര്യം ലിവ് ആൻഡ് ലെറ്റ് ലീവ്. മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കുക. അവരുടെ റൈറ്റ്, എനിക്കുള്ള റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും റൈറ്റ് ഉണ്ട്. കടുത്ത സത്യസന്ധത എന്ന് നമുക്കറിയാം, സത്യം പറയുക എന്നുള്ളത് മാത്രമാണ്. 2ാമത്തെ ഒന്ന് ഫ്രീ ആയിട്ട് പ്രതീക്ഷിക്കാതിരിക്കുക. എന്ത് കിട്ടി നമ്മൾ എയിൽ പറയും, എക്സെപ്റ്റ് സോബറൈറ്റി യു ഹാവ് ടു പേ ഫോർ എവറിതിങ് ഇൻ എ. സുബോധം ഫ്രീ ആണ്. ബാക്കിയുള്ള ലിറ്ററേച്ചർ മേടിക്കണമെങ്കിലോ ബാക്കിയുള്ളതിനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അല്ലെ കിറ്റിയിൽ നമ്മൾ ഒരു സെൽഫ് സപ്പോർട്ടിംഗ് രീതിയിൽ നമ്മൾ പൈസ ഇടണം. അപ്പൊ എന്ത് കിട്ടുന്നതിന് ഒരു വില നൽകുക. ലീവ് ആൻഡ് ലെറ്റ് ലീവ്, അത് നമുക്ക് അറിയാം. അപ്പൊ ഇത് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം പറയാതിരിക്കുക, ചീറ്റ് ചെയ്യാതിരിക്കുക, മോഷ്ടിക്കാതിരിക്കുക. ഇവിടെ അർഹതപ്പെടാത്തതൊന്നും കാര്യം പലപ്പോഴും ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരിത് സത്യമല്ലെന്നറിഞ്ഞിട്ട് പോലും പിന്നെ കള്ളത്തരം പറയാനുള്ളൊരു പ്രവണത.
അതൊരു ഇൻബോൺ ആയിരുന്നു എന്നിലൊക്കെ. എന്ത് രീതിയിലും കള്ളം പറയാം. എനിക്കറിയാം ഞാൻ പറയാൻ പോകുന്നത് ശുദ്ധ അസംബന്ധമാണ്, ശുദ്ധ കള്ളത്തരമാണ്. പക്ഷെ അത് ചെയ്യും. പിന്നെ എനിക്ക് അർഹതയില്ലാത്തത് നേടിയെടുക്കാനുള്ള ഒരു ഒരു സ്വഭാവം. അപ്പൊ ഇതിനെ ഒന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഏത് രീതിയിലാണ്. അപ്പം റിക്കവറിയിൽ നിൽക്കുന്ന ഞാന് വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? എന്നോട് കള്ളം പറയുന്നത് ഞാൻ നിർത്തും. മറ്റുള്ളവരോടെങ്കിലും കള്ളം പറയും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യം പലരുടെക്കിലും പറയാറുണ്ട്. ഒരു സ്ലിപ്പ് ഓർ ലാപ്സ് ആയി കഴിഞ്ഞാൽ അത് ഹോണസ്റ്റ് ആയിട്ട് വന്ന് ഷെയർ ചെയ്യണം. അല്ലെ സ്പോൺസറിന്റെ അടുക്കലെങ്കിലും ഷെയർ ചെയ്യണം. വെച്ചാൽ അത് നമ്മളെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടേ ഇരിക്കും. നമ്മളൊരു അറിഞ്ഞുകൊണ്ടാണ് ഞാനത് വേറൊരു രീതിയിൽ അത് പറയാൻ ശ്രമിക്കുന്നത്. പ്രോഗ്രാം എന്നെ റിഗറസ് ഹോണസ്റ്റി പരിശീലിപ്പിക്കുകയാണ്. ഞാൻ പഠിക്കുകയല്ല, പഠിച്ചത് കൊണ്ട് കാര്യമില്ല, പരിശീലിപ്പിച്ച് എന്നെ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം ഞാൻ എൻ്റെ ലൈഫിനെ മാത്രം കണ്ടുകൊണ്ട് മറ്റുള്ളവരെ പിന്നെ എൻ്റെ ലൈഫിനെയും എൻ്റെ ലൈഫിൻ്റെ സുബോധാവസ്ഥയെ കണ്ട് മറ്റുള്ളവരെ ചതിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ സ്റ്റീലിംഗ്, മോഷണം എന്ന് പറയുന്ന സാധനം മോഷ്ടിക്കുന്നത് മാത്രമല്ല, നമ്മൾ നേരത്തെ പുസ്തകത്തിലൊക്കെ ബുക്കിൽ തന്നെ വായിച്ചിട്ടുണ്ട്. ഗോസിപ്പ്, ബാക്കിയുള്ളവരുടെ റെപ്യൂട്ടേഷൻ നമ്മൾ പലപ്പോഴും ഈ ഗോസിപ്പ് കൊണ്ട് നഷ്ടപ്പെടുത്തും. ഒരു പക്ഷേ മക്കളുടെ അടുക്കൽ പറയുന്ന പല പ്രോമിസ്, ഇന്നത് മേടിച്ചു തരാം, അല്ലെങ്കിൽ അത് മേടിച്ചു കൊടുക്കാതെ അതിനൊരു എക്സ്ക്യൂസ് പറയുക, കുറ്റപ്പെടുത്തുക. 10ാം പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ മൈ ഡേ. എൻ്റെ ഇന്നത്തെ ദിവസം എങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക, ഉത്തരവാദിത്തോടുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് ജീവിക്കുക. ജീവിക്കുക മാത്രമല്ല, 10ാം പടിയിൽ പറയുന്നത് അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, അതിനെ ഒന്ന് തുലനം ചെയ്ത് നോക്കുക എന്നുള്ളതാണ് 10ാം പടിയിൽ വരുന്നത്. ബേസിൽ സമയം പറയണേ കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി അതിന്റെ പരിഹാരത്തിന്റെ പ്രോസസ്സിലേക്ക് നോക്കുക. അതിന്റെ ഒരു പ്രധാന ഭാഗമാണ് പരിഹാരം, പ്രോംപ്റ്റ്ലി അഡ്മിറ്റ് എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടുള്ള ഒരു അമെൻഡ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ സെയിം ബിഹേവിയർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നു. കള്ളത്തരമാണേലും ഈ കാര്യങ്ങളാണേലും. അപ്പം 9ാം പടിയിൽ നമ്മൾ കുറെ അമെൻഡുകൾ ചെയ്തു, ക്ഷമാപണങ്ങളും. അപ്പം ഇത് നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഓരോ പടികളും നമ്മൾ സെറ്റിൽ ചെയ്ത് നമ്മളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. പക്ഷെ പിന്നീടും ഈ സ്വഭാവ രീതികളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് എഫക്റ്റേ ഉണ്ടാവും. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് വീണ്ടും എൻ്റെ ആ ഇൻസൈൻ ആയിട്ടുള്ള ആ ബിഹേവിയർ തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പറയുന്നല്ല, പൊതുവെ എപ്പോഴും പറയുന്നുണ്ട്, 10ാം പടി 9ന് ശേഷമാണ് വരുന്നത്. നമ്മൾ ജമ്പ് ചെയ്ത് 10ലേക്ക് വരുന്നില്ല. വീണ്ടും റെപ്പറ്റീഷൻ, നമ്മളുടെ ഓൾഡ് ക്യാരക്ടർ ഫ്ലോസ് അല്ലെങ്കിൽ പിന്നെ ഷോർട്ട് കോമിങ്സ് അല്ലെ റോങ്സ്, ബിൽ വിൽസൺ പറയുന്നത് അത്. അപ്പം പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ 10ാം പടിയിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഒരു നൂല് അല്ലെങ്കിൽ ഒരു കയറിട്ട് പുറകിലോട്ട് വലിക്കുന്ന പോലെ. അത് ചെയ്യരുത് ചന്ദ്രമോഹൻ. ഇത് ചെയ്താൽ അപകടമാണ്, നിന്റെ റിക്കവറിയെ ബാധിക്കും. ഫസ്റ്റ് അത് തന്നെയാണ്, പിന്നീടുള്ള ലൈഫ് നിന്റെ സുബോധത്തെ ബാധിക്കും ഈ കാര്യം എന്നുള്ളത്. അത് ഒരു ഉൾവിളി പോലെ തന്നെ നമുക്ക് വരാനുള്ള 10ാം പടി വീണ്ടും വീണ്ടും പറയുന്നത് ഇത് ദൈനംദിന ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഈ
10ാം പടി എങ്ങനെ ഇത് അപ്ലൈ ചെയ്യും? ഇതൊരു ഹാബിറ്റ് ആക്കുക. അപ്പം റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ദിവസങ്ങളിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി നേരത്തെ പറഞ്ഞ ആ പിക്ചറിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അത് കുറച്ച് എഴുതിയ, നമ്മൾ അപ്പോൾ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഞാൻ ഈ 3 സർക്കിൾ ഉണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ഔട്ടർ സർക്കിൾ ഫോക്കസ് ചെയ്യുന്നു. ഔട്ടർ സർക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഫിസിക്കലും സോഷ്യലുമായിട്ടുള്ള അതിന് എന്നുവെച്ചാൽ, കാരണം നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, ഫിസിക്കലും സോഷ്യലും അല്ല, ശാരീരികവും അല്ലെങ്കിൽ മെറ്റീരിയലായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള. അപ്പൊ അതനുസരിച്ച് പൊതുവെ നമ്മൾ അതനുസരിച്ച് പ്രവൃത്തി ചെയ്യാൻ നമ്മൾ തുടങ്ങുന്നു. ബാക്കി ഉള്ള അതിന് താഴെയുള്ള 2 സർക്കിള് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. അപ്പൊ ഇതിന്റെ ഔട്ടർ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ജോലിയാവട്ടെ, സാമ്പത്തികമാവട്ടെ, ആരോഗ്യം, വീട്, ഫാമിലി, റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മൾ എൻ്റെ പിന്നെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ ഇടപഴകുന്ന എന്തുവാണ്, അപ്പോഴൊരു ഇതിന്റെ ഒരു ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ അറിയാതെ വിചാരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, സമ്പത്ത്, സ്വത്ത്, എൻ്റെ കുടുംബം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എനിക്ക് വളരെ ഹാപ്പിനെസ് അല്ലെ സന്തോഷം കിട്ടും. അത് പൊതുവെ ഉള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ചിന്താഗതിയാണ്. പക്ഷേ നമ്മുടെ ഇങ്ങനെയുള്ള ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഉള്ളിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് വേണ്ടേ എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എന്തോന്നാണ്, പിന്നെ ആത്മീയമായിട്ടുള്ള പുരോഗതിക്ക് ശേഷമാണ് ബാക്കി ഭൗതികമായ പുരോഗതി ഉണ്ടാവുന്നതെന്നുള്ള ഒരു വാക്ക് പറയുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് പറയുന്ന നമ്മുടെ സ്റ്റെപ്സിനെ കുറിച്ച്, പടികളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇനിയൊന്ന് നോക്കി, നാച്ചുറലായിട്ട് നോക്കി, പ്രകൃതിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഗ്രോത്ത് വരുന്നത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക്. ഇത് ഒരു പുതിയതായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഒന്നുമല്ല, ലോകത്ത് മുഴുവനുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ഏത് റിലീജിയൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഏത് അവരുടെ റിലീജിയസ് ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും. പക്ഷേ അതുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞത് അല്ലെ ബിൽ വിൽസൺ ഡിസൈൻ ചെയ്ത അല്ല ഈ ഒരു 10ാം പടി. ഇതാണ് ജീവിതത്തിന്റെ ഒരു തത്വം, പ്രിൻസിപ്പിള്. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ്സിൽ വന്നപ്പോൾ എൻ്റെ ജീവിതം ഒരിക്കലും പിന്നെ ദൈവം ഒരു ഇതായിട്ടൊരു പ്രതീകം അല്ലെ ഗോഡ് സെന്റേഡ് ആയിട്ടുള്ള ജീവിതം അല്ലായിരുന്നു. വളരെ സെൽഫ് സെന്റേഡ് ആയിട്ടുള്ള ഒരു ജീവിതം, ഞാൻ എന്നുള്ള. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പല പ്രശ്നങ്ങളിൽ വന്നുപെട്ടത്, പല റിലേഷൻഷിപ്പിൽ പിന്നെ പ്രശ്നങ്ങൾ വന്നത്. അപ്പം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിന്റെ തത്വങ്ങൾ എൻ്റെ ഈ തകർന്നടിഞ്ഞ അല്ലെ അറ്റുപോയ ജീവിതം വീണ്ടും ഒന്ന് തുന്നിച്ചേർത്ത് ഒരു കൃത്യമായ ഓർഡറിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യത്തെ 9 പടികളിൽ ചെയ്ത് ആ ഒരു ഓർഡർ എത്തി. ഇനി ഒന്ന് പറഞ്ഞോട്ടെ, പൊതുവെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു 10, 11, 12 പടികൾ സെൽഫ് ടോട്ട് എന്ന് പറഞ്ഞു, സ്വയം പഠിക്കാവുന്ന പടികളാണ്. പക്ഷെ 10ാം പടിയിൽ ചില സമയങ്ങളിൽ മാത്രം നമ്മളൊരു പ്രശ്നം, ഇൻഡിസിഷൻ വരുമ്പോൾ നമ്മളൊരു സ്പോൺസറെയോ വേറൊരാളെയോ വിളിച്ച് സംസാരിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം ഈ 9 പടികൾ കൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത്,
പൊതുവെ പറയുന്നത് 9 പടികളും മനസ്സിലാക്കി ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ പേഴ്സൺ ഇൻ എ ക്യാൻ സ്പോൺസർ അനദർ പേഴ്സൺ. 9 പടി നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് പലപ്പോഴും പറയാം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം 164 പേജ് എന്നുള്ളത് 103 113 പേജ് വരെ ഉള്ളൂ എന്ന് പറയുന്നതും കേട്ട. അപ്പൊ ഇതാ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു മിറക്കിൾ. ഞാൻ മിസ്യൂസ് ചെയ്ത എൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ജീവിതം ഈ 9 പടികളിൽ കൂടെ ഞാൻ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. എങ്ങനെ ഞാൻ ആവണമെന്ന് വിചാരിക്കുന്നു ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ. പിന്നെ ബിൽ വിൽസൺ വളരെ ഇതിനകത്ത് നേരത്തെ 3 ഡയമെൻഷൻ എന്നൊക്കെ പറഞ്ഞത്, ബിൽ വിൽസൺ ഇതിനൊരു ഡിസൈൻ ഫോർ ലിവിങ് എന്നാണ് പറഞ്ഞത്. ബിഗ് ബുക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നതും ആ ജീവിതത്തെക്കുറിച്ചാണ്. അപ്പൊ ഈ പടികള് അപ്ലൈ ചെയ്ത് വർക്ക് ചെയ്യാൻ ഇവിടെയൊക്കെ ആദ്യം പറയട്ടെ, 9 പടികൾ ഒരു സ്പോൺസറിന്റെ ഗൈഡൻസ് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഈ പടി ഒരു ഓർഡറിലായി. ഞാൻ അപ്പോഴ് ഈ 9 പടി കഴിഞ്ഞപ്പോൾ ഞാൻ വളർച്ചയുടെ തുടക്കത്തിൽ വന്ന് നിൽക്കുക. വളർച്ചയുടെ തുടക്കത്തിലേക്ക് വരുന്നു. ബിഗ് ബുക്കിന്റെ പേജ് 8 തുടക്കത്തിൽ ഒരു മാറ്റമുണ്ട്. ബിഗ് ബുക്കിന്റെ 8ാമത്തെ ഇതില് ബിൽ വിൽസൺ പറയുന്ന ഇത് എബി താച്ചർ വന്നതിന് 8ാമത്തെ പേജിൽ പറയുന്ന അതിന്റെ ഒരു വാചകം ഞാൻ വായിക്കാം. I was soon to be catapulted into what I like to call the 4th dimension of existence. I was to know happiness, peace and usefulness in a way of life that is incredibly more wonderful as time passes. ഈ 3 ഡയമെൻഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു 4th ഡയമെൻഷനെ കുറിച്ച് പറയുന്നു. ഇതിനൊരുപാട് പ്രവൃത്തി ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ 10ാം പടി കൂടുതൽ ചെയ്യും തോറും ഞാൻ വേറൊരു ലെവലിലേക്ക് വളർന്നു വരുന്നു. അത് ഗ്രോത്ത് സ്റ്റെപ്പ് എന്നാണ്. അങ്ങനെ വരുമ്പോഴൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളും എനിക്കതിനൊരു ഒബ്ജക്ഷനബിൾ ആയിട്ട് വരും. ഞാൻ അതുവരെ വിചാരിച്ചുകൊണ്ടിരുന്ന പല കാര്യം, പക്ഷെ വേറൊരു ഗുണമുണ്ട്. ആ ഒബ്ജക്ഷനെ നമ്മൾ ഓവർകം ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ്സോടെ ഈ 9 പടികളിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് ആണ് അടുത്ത 2 പടികൾ. മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം, ഈ പ്രോഗ്രാം 12 സ്റ്റെപ്പ് പ്രോഗ്രാം വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കിത് സാധ്യമായിട്ട് വരും. പല ആൾക്കാരും ആൽക്കഹോളിക്സ് അനോണിമസിലെ പല ലോങ് ടൈമേഴ്സും പറയുന്ന ഒരു വാക്കുണ്ട്, ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് സ്റ്റെപ്പ് ഇൻ ആൽക്കഹോളിക്സ് അനോണിമസ് സ്റ്റെപ്പ് 10 ആണ്. എന്നുവെച്ചാൽ വളരെ നാള് ഏലുള്ള ഒരാളോട് ചോദിക്കുക, അയാൾ പറയും എൻ്റെ ജീവിതത്തിന്റെ ഗ്രോത്ത് വന്നത് 10ാം പടി പ്രാക്ടീസ് ചെയ്യപ്പെടുന്നതാണ്. നേരത്തെ റിസൾട്ട് നമ്മൾ വായിച്ചു, 84-85 പേജിൽ എന്താണ് അതിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളത്. ഇനി 4th ഡയമെൻഷന് വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ളത് വളരെ സിമ്പിളാണ്. 3 ഡയമെൻഷൻ ഓഫ് ലൈഫ് നമ്മൾ 3 സർക്കിളായിട്ട് കാണിച്ചു. ആ 3 ഇതും എന്നുവെച്ചാൽ 9 പടിയും നമ്മൾ പ്രവർത്തിപ്പിക്കുക, സ്വിച്ച് ഇട്ടതുപോലെ നമ്മൾ പ്രവർത്തിക്കുക. സ്പിരിച്വലും മെന്റലും ഫിസിക്കലുമായിട്ടുള്ള ഈ 1 2 3 4 5 6 7 8 9 1 2 3 4 5 6 7 8 9 ഇത് പ്രവർത്തിക്കുക. ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ 4th ഡയമെൻഷനിൽ എത്തും. ഇനിയും 2 ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും പറയാം. നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഇംഗ്ലീഷ് ബുക്കും മലയാളം ബിഗ് ബുക്കിനകത്തും ഒരുപാട് സ്റ്റോറീസ് ബാക്കിലുണ്ട്. ഓരോരുത്തരുടെ കഥകളായിട്ടുള്ള ആ കഥകൾ വായിച്ചാൽ, ആദ്യം ഒന്ന് വായിക്കുമ്പോൾ നമ്മൾ ഈ പടികളിൽ കൂടെ പോയിട്ടില്ലെങ്കിൽ അതൊരു കഥ മാത്രമാണെന്ന് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. പക്ഷേ ഈ പടികളിൽ കൂടെ പോയിട്ടുള്ള ഒരാള്
അല്ല ഇത് ജീവിതത്തിൽ അപ്ലൈ അത് വായിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ഹെൽപ്ഫുൾ ആവാറ്. പല മീറ്റിംഗ്സിലും ഈ സ്റ്റോറീസ് വായിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു സ്പിരിച്വൽ പ്രോഗ്രാമാണ് നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാത്തിൻ്റെ ഉത്തരം ഇതിൽ ഉണ്ട് എന്നുള്ളതല്ല, ഉത്തരവുണ്ട് എന്നുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് എനിക്കൊരു പവറുണ്ട്, അതിനെ അക്സസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. അത് നമ്മൾ മറക്കരുത്. ഇന്ന് എനിക്കൊരു 1, 2, 3 എന്നുള്ള ആദ്യത്തെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഗ്രോത്ത് ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് വരുന്നത്. അപ്പം എൻ്റെ ജീവിതം ഞാൻ മിസ്യൂസ് ചെയ്ത് ജീവിതം കോഞ്ഞാട്ടയാക്കി താറുമാറാക്കി കള്ളുകൂടി നാശമാക്കി ലൈഫ് അൺമാനേജബിളായി. ഈ പടികൾ ഉപയോഗിച്ച് വളരെ അവയെ ഓർഡറിൽ കൊണ്ടുവരാം. ഇത്രയൊക്കെയാണ് എനിക്ക്. പിന്നെ ഒരു കാര്യം വളരെ കേട്ടിട്ടുള്ള ഒരു രസകരമായിട്ടുള്ളൊരു കോയിനേജ് ആൽക്കഹോളിക്സ് അനോണിമസിൽ കേട്ടിട്ടുള്ളത്, അയയിൽ കേൾക്കുന്ന ചില സ്ലാങ്സ് ആണ്. പെൻസിലിൻ്റെ അറ്റത്തൊരു ഇറേസർ ഉണ്ട്, അതുപോലെയാണ് 10-ാം പടി. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ ഈ പെൻസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ ഇറേസർ റബ്ബർ എടുത്തിട്ട് തുടച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ കറക്റ്റ് ചെയ്യും. അപ്പൊ ഇതാണ്. അപ്പൊ നമ്മളുടെ ഇത്രയേ ഉള്ളൂ എനിക്ക് മനസ്സിലായി. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലാക്കി അന്നേരം അതിനെ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ റൈറ്റ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ലിവ് ആൻഡ് ലെറ്റ് ലിവ്, അത് അംഗീകരിച്ച് മുന്നോട്ട് പോവുക. ഒരു ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളതല്ല. അത് കീപ്പിംഗ് ഏൺ വാട്ട് യു കീപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആർജിച്ചെടുത്ത ഒരു സുബോധമാണ്. അതിന് നമ്മൾ വളരെ നമ്മൾ പ്രയത്നിച്ച് കിട്ടിയതാണ്. അതിനെ സൂക്ഷിക്കുവാനുള്ള അതിനെ ഒരു കേടുപാട് പറ്റാതെ കൊണ്ടുപോകാനുള്ള ഒരു പടിയാണ് 10-ാം പടി. ഇനി ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ 10-ാം പടിയിലൊരു വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു വാക്കുണ്ട്. അതിനെക്കുറിച്ച് ചിലപ്പോൾ ഒരു ദിവസം തന്നെ വേണ്ടി വരും. അതെന്താണെന്നുള്ളത് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റിഫയബിൾ ആങ്കർ ആൽക്കഹോളിക്സിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പറ്റുന്ന ദേഷ്യം അത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു 2 ഇൻസിഡന്റ് പറയാം എന്തുവാണെന്നുള്ളത്. ഞാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടോയിൽ കയറി എൻ്റെ 4-5 വരെ വന്നിറങ്ങണം. അപ്പം എനിക്കറിയാം ഇവിടെ വരെ 30 രൂപയാവത്തുള്ളൂ. അവൻ മീറ്റർ അവിടെ നിന്ന് ഇട്ടു 30 രൂപ. ഇവിടെ വന്നപ്പോൾ അവൻ 50 രൂപ ചോദിച്ചു. എനിക്ക് അവനോട് ദേഷ്യപ്പെടാൻ അർഹതയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ജസ്റ്റിഫൈഡ് ആങ്കറിനെ കുറിച്ച് ടോൾസ്റ്റോയ് ട്രഡീഷനിൽ എഴുതിയിട്ടുള്ള ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് കറക്റ്റ് 12 മണിയായി. ബേസിൽ, താങ്ക് യു. ഒരിക്കൽ കൂടെ സോണുവിനും ഷംസുവിനും എല്ലാവിധ ആശംസകളും.